Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 49. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. എല്ലാം ശുഭമായി പര്യവസാനിച്ചു. ഇനി സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയേ വേണ്ടൂ എന്ന ആശ്വാസത്തിനിടയിലേക്കാണ് അശനിവാദം പോലെ അന്തരീക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ മുദ്രാവാക്യങ്ങൾ കവലയിൽ മുഴങ്ങിയത്. കവലയുടെ കിഴക്കേ അറ്റത്തു നിന്നും ഒരു ഇരമ്പൽ പോലെ സദാനന്ദനും വിശനോട് എതിർപ്പുള്ള സ്വന്തം പാർട്ടിയിൽ തന്നെ പെട്ട ഒരു കൂട്ടം ആൾക്കാരും കരിങ്കൊടികളുമായി പാഞ്ഞെടുക്കുമ്പോൾ SP വെങ്കടേഷിന്റെയും DYSP രഞ്ജന്റെയും നേതൃത്വത്തിൽ ലാത്തികളുമായി പോലീസ് സേന പ്രതിഷേധക്കാരെ തടയാനായി മുന്നോട്ട് കുതിച്ചു. എന്നാൽ പോലീസിന് മുൻപേ വിശ്വന് നേരെ വരുന്ന ആ ഭീഷണിയെ തടയാൻ സുധീഷിന്റെയും പ്രദീപിന്റെയും നേതൃത്വത്തിലുള്ള യുവനിര ഒരു വൻ മതിൽ പോലെ സദാനന്ദന്റെ സംഘത്തിന് മുന്നിൽ നിരന്നു കഴിഞ്ഞിരുന്നു. അവർ നിരന്നു നിന്ന് സദാനന്ദനെതിരെ മുദ്രാവാക്യം മുഴക്കി. ഇരു വിഭാഗങ്ങളും നേർക്കുനേർ വന്നതോടെ അന്തരീക്ഷം വലിഞ്ഞു മുറുകി. ഏതു നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം. അടിപിടി ഉറപ്പാണെന്ന് കണ്ടതോടെ അതുവരെ കാഴ്ചക്കാരായി നിന്ന ജനക്കൂട്ടം ഭയത്തോടെ കടകളുടെ വശങ്ങളിലേക്ക് ഒതുങ്ങി മാറി. അപകടം മണത്ത ദേവൻ വേഗത്തിൽ ഗൗരിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഗൗരി, വൈശാഖിയെയും കൂട്ടി നീ ആ കാറിന്റെ പിന്നിലേക്ക് മാറി നിൽക്ക്. ഇങ്ങോട്ട് വരരുത്. ക്രിസ്റ്റി, നീ അവരെ നോക്കിക്കൊള്ളണം. അവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ട് കൈകൾ മടക്കി ചുരുട്ടിക്കൊണ്ട് ദേവൻ പ്രതിഷേധക്കാരുടെ നേർക്ക് സുധീഷിനും പ്രദീപിനും ഒപ്പമായി ചെന്നു നിന്നു. ഈ ബഹളങ്ങൾക്കിടയിലും പാർട്ടി ഓഫീസിലേക്കുള്ള പടികളിൽ കയറി നിന്ന വിശ്വൻ ഒരു ഭാവഭേദവുമില്ലാതെ തിരിഞ്ഞു നിന്ന് പ്രതിഷേധക്കാരെ നോക്കി. അവൻ പടികൾ കയറി മുകളിലേക്ക് പോകാതെ പതുക്കെ താഴേക്ക് ഇറങ്ങി. കൈകൾ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടി തന്നെ വെല്ലുവിളിച്ചു വരുന്നവരെ നോക്കി പുച്ഛം കലർന്നൊരു ചിരിയോടെ നിന്നു. അവന് നേരെ വരുന്ന ഏതൊരു കൊടുങ്കാറ്റിനെയും തടയിടാൻ തന്റെ അണികൾ അവിടെയുണ്ടെന്ന പൂർണ്ണ വിശ്വാസം ആ നിൽപ്പിലുണ്ടായിരുന്നു. പക്ഷേ രശ്മികയും ഭാരതി ചേച്ചിയും ഭയന്ന് വിറച്ചുപോയി. കയ്യിലിരുന്ന കുഞ്ഞിനെ രശ്മിക മാറോട് ചേർത്ത് പിടിച്ചു. അലറി വിളിച്ചു വരുന്ന ആൾക്കൂട്ടത്തെ കണ്ട് അവരുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു. അവരുടെ ഭയം കണ്ടതും തൊട്ടടുത്തുണ്ടായിരുന്ന ശാരദാമ്മ രശ്മികയുടെ തോളിൽ കൈവച്ചു. ആ അമ്മയുടെ മുഖത്ത് തെല്ലും ഭയമുണ്ടായിരുന്നില്ല. ഇതൊന്നും കണ്ട് നീ പേടി കണ്ട വച്ചേ, ശാരദാമ്മ ചിരിച്ചും കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. ഇതൊക്കെ ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടുള്ളതാ. കരിങ്കാലികളെ ആ പിള്ളേര് കൈകാര്യം ചെയ്തോളൂ, നീ ധൈര്യമായിട്ടിരിക്കെ. ഒരു വലിയ സംഘർഷത്തിന് മുന്നിൽ പതറാതെ നിൽക്കുന്ന ശാരദാമ്മയുടെ കൂസലില്ലായ്മ കണ്ട് രശ്മിക അത്ഭുതത്തോടെ അവരെ നോക്കിപ്പോയി. സംഘർഷഭരിതമായ അന്തരീക്ഷം. പോലീസുകാർ ലാത്തി വീശി പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്താൻ പാടുപെടുകയാണ്. അതിനിടയിലൂടെ SP വെങ്കടേഷും DYSP രഞ്ജനും മുന്നോട്ട് നടന്ന് പ്രതിഷേധക്കാരുടെ നേതാവായ സദാനന്ദന്റെ അരികിലേക്കെത്തി. സദാനന്ദൻ സാറേ, നിങ്ങൾ ദയവായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, SP വെങ്കടേഷ് കർശനമായി പറഞ്ഞു. വിശ്വൻ സാർ നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെയല്ലേ? സാറിനെതിരെ പരാതി കൊടുത്ത യുവതിയ അവിടെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്. അവരോട് ഞാനിപ്പോൾ സംസാരിച്ചതേയുള്ളൂ. ആരോ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവരാ പരാതി കൊടുത്തതെന്നാ ആ കുട്ടി പറയുന്നത്. അദ്ദേഹം ചുറ്റും നോക്കിക്കൊണ്ട് തുടർന്നു. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കാതെ പിരിഞ്ഞു പോകണം. അവിടെ ഇപ്പോ ഒരു പ്രസ് കോൺഫറൻസ് നടക്കാൻ പോവുകയാ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ലൈവായിട്ട് എല്ലാവർക്കും കാണാം. SP പറഞ്ഞു നിർത്തിയതും കൈചുരുട്ടി മുന്നോട്ട് കയറിയ സദാനന്ദൻ ദേഷ്യത്തോടെ ശബ്ദമുയർത്തി. വിശ്വൻ ഞങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെയാ എന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന പാർട്ടിയാ ഞങ്ങളുടെ സാറേ. അതുകൊണ്ട് ആ പത്രസമ്മേളനം നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സദാനന്ദൻ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വിശ്വനും കൂട്ടരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ സജീവന്റെ വീട്ടുകാർ സുരക്ഷിതമായി മാറ്റി താമസിപ്പിച്ചിരുന്ന രശ്മികയെ ഇവർ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുവരികയാ ഉണ്ടായത്. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാ അതൊരു കള്ളപ്പരാതിയായിരുന്നു എന്ന് വിശ്വൻ പറയിപ്പിച്ചതെന്നാ ഞങ്ങളുടെ സംശയം. അതുകൊണ്ട് ഈ പത്രസമ്മേളനം നടക്കാൻ പാടില്ല. സദാനന്ദൻ അത് പറഞ്ഞതും പിന്നിൽ നിന്ന് അയാളുടെ ശിങ്കടികൾ സദാനന്ദൻ സഖാവ് കി ജയ് എന്ന ആരവത്തോടെ മുദ്രാവാക്യം വിളിച്ചു. അത് കേട്ടതും മറുവശത്ത് സുധീഷിന്റെയും പ്രദീപിന്റെയും രക്തം തിളച്ചു. അവർ സദാനന്ദന് നേരെ കുതിക്കാൻ ഒരുങ്ങിയപ്പോ ദേവൻ അവരുടെ തോളിൽ പിടിച്ച് ബലമായി പിന്നിലേക്ക് വലിച്ചു. അടങ്ങി നിൽക്കണ അവിടെ, ദേവൻ അവരെ വിലക്കി. ബഹളം മൂത്തതോടെ SP വീണ്ടും സദാനന്ദനോടും കൂട്ടരോടും പറഞ്ഞു. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിയമം കയ്യിലെടുത്താൽ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ സാറ് ആ രശ്മിയെ ഇങ്ങോട്ട് വിളിക്ക്, സദാനന്ദൻ വെല്ലുവിളിച്ചു.
അവർ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയട്ടെ ആ പരാതി കള്ളപ്പരാതിയായിരുന്നു എന്ന്. എങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു പോകാം. സദാനന്ദൻ ആ ആവശ്യം ഉന്നയിച്ചപ്പോ എന്ത് വേണമെന്നറിയാതെ SP DYSP രഞ്ജന് നേരെ നോക്കി. അവരെ വിളിക്കുന്നതാവും നല്ലത് സാർ, അല്ലെങ്കിൽ ഇവരിവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. രഞ്ജൻ SP-യുടെ ചെവിയിൽ സ്വകാര്യമായി ഉപദേശിച്ചു. ആ എങ്കിൽ താൻ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരൂ. SP-യുടെ നിർദ്ദേശം കിട്ടിയതോടെ രഞ്ജൻ തല കുലുക്കിക്കൊണ്ട് തിരികെ വിശ്വന്റെ അടുത്തേക്ക് നടന്നു. വിശ്വന്റെ അടുത്ത് ചെന്ന് അയാൾ സദാനന്ദനും കൂട്ടരും ആവശ്യപ്പെട്ട കാര്യം അവതരിപ്പിച്ചു. അത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചു നിന്നിട്ട് വിശ്വൻ രശ്മികയുടെ നേരെ തിരിഞ്ഞു. DYSP രഞ്ജൻ പറഞ്ഞത് കേട്ട് നിൽക്കുകയായിരുന്ന രശ്മിക അവനെ നോക്കി ധൈര്യത്തോടെ തലയാട്ടി. ഞാൻ അവരോട് കാര്യം പറയാം സാർ. അവളുടെ ഉറച്ച ശബ്ദം കേട്ട് വിശ്വൻ ഒരു ചിരിയോടെ സമ്മതമെന്നോണം തലകുലുക്കി. രശ്മിക കയ്യിലിരുന്ന കിച്ചുവിനെ ഭാരതി ചേച്ചിയുടെ നേരെ കൊടുക്കാൻ തുടങ്ങി. എന്നാൽ ശാരദാമ്മ വേഗത്തിൽ കൈ നീട്ടി അവനെ വാങ്ങി. ഇങ്ങ് തായോ മോളെ, ഇവൻ എന്റെ കയ്യിലിരുന്നോളൂ, നീ പോയിട്ട് വാ. ശാരദാമ്മയുടെ വാക്കുകൾ അവൾക്ക് കൂടുതൽ കരുത്തു നൽകി. ഞാൻ പോയി അവരോട് പറഞ്ഞിട്ട് വരാമെന്ന അർത്ഥത്തിൽ വിശ്വനൊന്ന് നോക്കിയിട്ട് രശ്മിക DYSP രഞ്ജന്റെ കൂടെ സദാനന്ദന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് നടക്കുന്ന പെൺകുട്ടിയെ നോക്കി നിൽക്കെ വിശ്വന്റെ മനസ്സിൽ എന്തോ ഒന്ന് തോന്നി. നിൽക്ക്. വിശ്വൻ വിളിച്ചത് കേട്ട് രശ്മികയും രഞ്ജനും തിരിഞ്ഞു നോക്കി. ഞാനും കൂടെ വരാം. ആ വാക്കുകൾ കേട്ടതും രശ്മിക ആശ്വാസത്തോടെ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. അവരുടെ ഉള്ളിൽ എവിടെയോ ബാക്കി നിന്നിരുന്ന ഭയത്തിന്റെ അവസാന കണികയും അതോടെ അലിഞ്ഞുപോയി. വിശ്വൻ നടന്നു വന്ന് അവളുടെ തൊട്ടടുത്തായി നിന്നു. ആ നിമിഷം അവൾക്ക് മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത ധൈര്യവും ആശ്വാസവുമാണ് തോന്നിയത്. കൊടുങ്കാറ്റിൻ നടുവിലും തനിക്ക് കാവലായി അവൻ കൂടെയുണ്ടെന്ന തോന്നൽ. ആ ധീരനായ സഖാവിന്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നടക്കുമ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടത് വല്ലാത്തൊരു സുരക്ഷിതത്വമായിരുന്നു. ഏത് വലിയ ആൾക്കൂട്ടത്തെയും നേരിടാനുള്ള കരുത്തുമായി അവർ രണ്ടുപേരും സദാനന്ദന് നേരെ നടന്നു. രശ്മികയോടൊപ്പം വിശ്വനും ആ പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് കടന്നു വന്നതോടെ സദാനന്ദന്റെ മുഖത്ത് നേരിയ ഒരു പരുങ്ങൽ ദൃശ്യമായി. അയാൾക്കൊപ്പം വിശ്വനും മുന്നിലേക്ക് വരുമെന്ന് അയാൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ കുറുക്കന്റെ ബുദ്ധി കൈമുതലായുള്ള സദാനന്ദൻ പെട്ടെന്ന് തന്നെ കളം മാറ്റി ചവിട്ടി. സർ, ഈ വിശ്വൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ രശ്മിക സത്യം തുറന്നു പറയാൻ തയ്യാറായെന്ന് വരത്തില്ല. അതെന്താ? SP വെങ്കടേഷ് അല്പം ഈർഷയോടെയാണ് ചോദിച്ചത്. പേടി കൊണ്ട് സാറേ. അധികാരവും പണവുമുള്ള അയാളെ പേടിയുള്ളപ്പോ ആ പാവ സ്ത്രീ വായ തുറക്കുവോ? അതുകൊണ്ട് വിശ്വനെ ഇവിടെ ഒന്ന് മാറ്റി നിർത്തണം. ആകെ ധർമ്മസങ്കടത്തിലായ SP വെങ്കടേഷ് വിശ്വനെ നോക്കി. അയാളെ അങ്ങ് തല്ലി താഴെ ഇടട്ടെ ദേവാ. ഇതെല്ലാം കണ്ടും കേട്ടും ക്ഷമനസിച്ച സുധീഷ് പല്ലിറുമിക്കൊണ്ട് ദേവനോട് ചോദിച്ചു. അവന്റെ പിന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരും മുറുമുറുത്തുകൊണ്ട് മുന്നിലേക്ക് കുതിക്കാൻ ആവേശത്തോടെ നിൽക്കുകയായിരുന്നു. അടങ്ങി നിൽക്കട, അതിനുള്ള അവസരം അയാൾ തന്നെ തരൂ എന്നും പറഞ്ഞ് ഒരു ചിരിയോടെ ദേവൻ അവരെ അടക്കി നിർത്തി. ശരി, ഇനി ഞാൻ നിൽക്കുന്നത് കൊണ്ട് സത്യങ്ങൾ പുറത്തു വരാതിരിക്കണ്ട. വിശ്വൻ സദാനന്ദനെ അടിമുടി ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് പറഞ്ഞു. സദാനന്ദൻ സാറിന് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചാട്ടെ. അതും പറഞ്ഞ് അവൻ കൈകൾ പിന്നിൽ കെട്ടി അല്പം മാറി നിന്നു. മാഡം, ആ പരാതി കൊടുത്തതിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ മുന്നിൽ വെച്ച് പറയാം. SP വെങ്കടേഷ് അത് പറയുമ്പോ ധൈര്യത്തിനെന്നോണം അവൾ തിരിഞ്ഞ് അല്പം പിന്നിൽ മാറി നിൽക്കുന്ന വിശ്വനെ ഒന്ന് നോക്കി. വിശ്വൻ തലയൊന്ന് ഇളക്കി അവൾക്ക് പറയാനുള്ള ധൈര്യം കൊടുത്തു. അവൾ ധൈര്യം സംഭരിച്ച് പറയാൻ തുടങ്ങുമ്പോഴാണ് സദാനന്ദൻ തനിക്ക് പിന്നിൽ നിന്നിരുന്ന പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്നും മെലിഞ്ഞ ഒരാളെ വലിച്ച് മുന്നിലേക്ക് നിർത്തുന്നത്. ആ ആളെ കണ്ട രശ്മിക പറയാൻ വന്നത് മറന്നുപോയതുപോലെ പകച്ചും കൊണ്ട് നോക്കി നിന്നു. മാഡം, എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. അനങ്ങാതെയുള്ള രശ്മികയുടെ ആ നിൽപ്പ് കണ്ട് SP വെങ്കടേഷ് ഒരിക്കൽ കൂടി അവളെ ഓർമ്മപ്പെടുത്തി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രശ്മിക കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അച്ഛാ എന്നും വിളിച്ചുകൊണ്ടുള്ള ആ ഓട്ടം കണ്ട് എല്ലാവരും പകച്ചു നോക്കി നിൽക്കെ അയാൾ ഓടിച്ചെന്ന് സദാനന്ദൻ മുന്നിലേക്ക് നീക്കി നിർത്തിയ ആളെ വട്ടം കെട്ടിപ്പിടിച്ചു. മോളെ. കരഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ അവളെ തിരികെ കെട്ടിപ്പിടിക്കുന്നതിനോടൊപ്പം വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവളുടെ കാതിൽ ആരും കേൾക്കാതെ പറഞ്ഞു. മോളെ, അവിടെ വീട്ടിൽ അമ്മയെ ഇവരുടെ ആൾക്കാർ തടവിലാക്കിയിരിക്കുക. മോൾ ഇവർക്കെതിരെ പറഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്നാ ഇയാള് പറയുന്നേ. അച്ഛൻ കാതിൽ പറഞ്ഞ ആ കാര്യം കേട്ട് ഞെട്ടിപ്പോയ രശ്മിക പിന്നിലേക്ക് മാറി. കണ്ണുനീരൊഴുകുന്നുണ്ടെങ്കിലും അവളുടെ മുഖം പകച്ചതുപോലെയായിരുന്നു. തൊട്ടടുത്തു നിന്നും സദാനന്ദൻ ഒരു ചെകുത്താനെ പോലെ ചിരിച്ചു. എങ്കിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ മാഡം. ഒരു വിജയിയെ പോലെ എല്ലാവരും കേൾക്കെ സദാനന്ദൻ വെല്ലുവിളിച്ചു.
എന്ത് വേണമെന്നുള്ള ചിന്തയും പകപ്പും കൊണ്ട് പരവശയായ അവൾ കരച്ചിലടക്കാൻ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. അമ്മയുടെ ജീവനോ അതോ സത്യമോ, ഏതാണ് വലുത്? അവളുടെ ആ നിസ്സഹായാവസ്ഥ കണ്ട് നെറ്റി ചൊളിച്ചുകൊണ്ട് ദേവൻ എന്തോ പന്തികേട് മണത്ത് മുൻപോട്ട് നീങ്ങി. ആ സമയത്താണ് തിരിഞ്ഞു നോക്കിയ രശ്മികയുടെ കണ്ണുകൾ വിശ്വനിൽ ചെന്ന് തറക്കുന്നത്. ഭയത്തിന്റെയും നിസ്സഹായതയുടെയും കടലിൽ സുരക്ഷിതത്വത്തിന്റെ തീരം കണ്ടെത്തിയതുപോലെ ആ കണ്ണുകൾ തിളങ്ങി. അച്ഛന്റെ അടുത്തേക്ക് ഓടിയതിനേക്കാൾ വേഗത്തിലായിരുന്നു അവൾ തിരിഞ്ഞ് വിശ്വന്റെ നേരെ ഓടിയത്. അമ്മയെ കൊല്ലുമെന്നുള്ള ഭീഷണി അച്ഛനിൽ നിന്നും കേൾക്കുമ്പോൾ അവൾ പതറിപ്പോകുമെന്ന് കരുതിയ സദാനന്ദന് പിഴച്ചു. അവൾ വിശ്വന് നേരെ ഓടുന്നത് കണ്ട് സമനില തെറ്റിപ്പോയ അയാൾ പരിസരം മറന്ന് ഉറക്കെ അലറി, പിടിക്കണം അവളെ! പ്രതിഷേധക്കാരുടെ കൂട്ടത്തിൽ ഒളിച്ചു നിന്നിരുന്ന 2-3 പേർ രശ്മികയ്ക്ക് പിന്നാലെ ചാടിയെങ്കിലും പോലീസുകാർ അവരെ ലാത്തികൊണ്ട് തടഞ്ഞു നിർത്തി. ഓടിപ്പാഞ്ഞു ചെന്ന രശ്മിക തല്ലിയലച്ച് വീണതുപോലെ വിശ്വന്റെ നെഞ്ചിലേക്ക് വീണു. താഴെ വീഴാതെ അവളെ വട്ടം താങ്ങിപ്പിടിച്ച അവൻ കാര്യമറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു കിളി കൂടണഞ്ഞതുപോലെ അവൾ അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു. കരഞ്ഞുകൊണ്ട് കിതപ്പോടെ അവൾ സദാനന്ദന് നേരെ കൈ ചൂണ്ടി. എന്താ എന്താ കാര്യം? വിശ്വൻ വേവലാതിയോടെ ചോദിച്ചു. അയാൾ അമ്മയെ കൊല്ലും. അവിടെ വീട്ടില് അമ്മയെ തടവിലാക്കിയിരിക്കുക. രശ്മികയുടെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പുറത്തു വന്നു. അവസാന ശ്രമവും കൈ വിട്ടുപോയെന്ന് മനസ്സിലാക്കിയ സദാനന്ദൻ പ്രതിഷേധക്കാരുടെ ഇടയിൽ കൂടി മുങ്ങാൻ ശ്രമിച്ചു. തുടങ്ങിക്കോ മക്കളെ. രശ്മിക പറഞ്ഞത് കേട്ട് നിൽക്കുകയായിരുന്ന സുധീഷിന്റെയും പ്രദീപിന്റെയും കൂടെയുള്ള ചെറുപ്പക്കാർ ദേവന്റെ നിർദ്ദേശം കൂടി കേട്ടതോടെ ക്ഷമ നശിച്ച സിംഹങ്ങളെ പോലെ മുന്നോട്ട് കുതിച്ചു. തടഞ്ഞു നിർത്താൻ ശ്രമിച്ച പോലീസുകാരെ തള്ളി മാറ്റിയിട്ട് മുന്നോട്ട് കുതിച്ച് അവരുടെ മുന്നിൽ പ്രതിഷേധക്കാരുടെ അടി പതറിപ്പോയി. പിള്ളേരവന്മാരെ തലങ്ങും വിലങ്ങും തല്ലി ചതക്കുമ്പോൾ രശ്മികയുടെ അച്ഛനെ സുരക്ഷിതമായി മാറ്റി നിർത്തുകയായിരുന്നു ദേവൻ. അപ്പോഴേക്കും പ്രതിഷേധക്കാർക്ക് പിന്നിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച സദാനന്ദൻ ചെന്ന് ചാടിയത് അപ്പുറത്ത് മാറി നിന്നിരുന്ന ഓട്ടോക്കാരുടെ മുന്നിലേക്കായിരുന്നു. കവലയിലെ ശശിയേട്ടന്റെയും ഷിബുവിന്റെയും നേതൃത്വത്തിൽ ഓട്ടോക്കാർ സദാനന്ദനെ കൈയോടെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടാണ് പെരുമാറിയത്. വിശ്വനെതിരെ വന്നവരുടെ നേർക്കുള്ള നാട്ടുകാരുടെ ആ പരാക്രമത്തിൽ എന്ത് വേണമെന്നറിയാതെ പോലീസുകാർ പോലും പകച്ചു നിന്നുപോയി. ആ ബഹളങ്ങൾക്കിടയിലും കൊടുങ്കാറ്റിന് നടുവിലെ ശാന്തത പോലെ അഭയം കിട്ടിയ ആശ്വാസത്തിൽ വിശ്വന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു നിൽക്കുന്ന രശ്മികയെയും അവരുടെ മുടിയിൽ തലോടി ആശ്വസിപ്പിക്കുന്ന വിശ്വനെയും നോക്കി നിൽക്കുകയായിരുന്ന ശാരദാമ്മയുടെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു. അവരുടെ കയ്യിലിരുന്നും കൊണ്ട് മുന്നിൽ നടക്കുന്ന പൊരിഞ്ഞ അടി കണ്ട് കിച്ചു കൈകൊട്ടി ചിരിച്ചു. അവന്റെ ആ ചിരി ക്രമേണ ശാരദാമ്മയുടെ ചുണ്ടിലേക്കും പടർന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.